പണയം വെക്കാനുണ്ട്. എന്താണ്? വിശ്വാസം. ഇന്നത്തെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് വിശ്വാസത്തെ പണയം വെക്കുന്നതിലേക്ക്. ചില സമയങ്ങളിലുള്ള വിശ്വാസം ചില സമയങ്ങളാകുമ്പോഴേക്കും നമ്മൾ പണയം വെക്കും. അങ്ങനെ ഒരു അവിശ്വാസിയെ പോലെ ജീവിക്കും. എന്താണ് വിശ്വാസം? അത് ഏത് മതവിഭാഗത്തിലാണെങ്കിലും ഏത് നമ്മൾ നിൽക്കുന്ന കമ്മ്യൂണിറ്റിയിലാണെങ്കിലും വിശ്വാസം എന്നത് ഒരു അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ്. ഞാൻ ഒന്നിനെ ട്രസ്റ്റ് ചെയ്യുന്നു, ഞാൻ ഒന്നിൻ്റെ പുറകെയാണ്, ഞാൻ അതിൽ ട്രസ്റ്റ് ചെയ്യുന്നു, ഞാൻ അതിൽ ഉറയ്ക്കുന്നു എന്നതിൻ്റെ മറ്റൊരു കാര്യമാണ് വിശ്വാസം എന്ന് പറയുന്നത്. ബൈബിൾ പ്രകാരം വിശ്വാസത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ബൈബിളിൽ ഉടനീളം യേശു കർത്താവ് എല്ലാം പഠിപ്പിച്ച കാര്യം നിങ്ങൾ വിശ്വസിക്കണമെന്നാണ്. നിങ്ങൾക്ക് എന്ത് ലഭിക്കണമെങ്കിലും ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ടത് വിശ്വസിക്കണം. അല്ലാതെ വിശ്വാസം കൊണ്ടൊന്ന് പൂട്ടി വെച്ചിട്ടോ വിശ്വാസം കൊണ്ട് പണയം വെച്ചിട്ടോ കാര്യമില്ല. ഒരു ഇവൻ്റ് വരുമ്പോൾ കാണുന്ന വിശ്വാസമല്ല നമുക്ക് വേണ്ടത്, മറിച്ച് വിശ്വാസം നമ്മുടെ ലൈഫ് ലോങ് ആണ്. ബൈബിളിൽ നിങ്ങൾ വായിച്ചപ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നറിയില്ല. കഴിഞ്ഞ ദിവസം എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യമാണ് യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 11-ാം അധ്യായം അതിൻ്റെ 40-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ മാർത്തയുടെയും മറിയയുടെയും ഭവനത്തിൽ യേശു കർത്താവ് കടന്നു ചെല്ലുകയും ലാസറിനെ ഉയർപ്പിക്കുന്നതിന് മുൻപ് അവിടെ പറയുകയാണ്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. എന്താ പറഞ്ഞത്? വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. സത്യം പറഞ്ഞാൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ അവിടെ ദൈവത്തിൻ്റെ അത്ഭുതമല്ല അവിടെ പ്രതീക്ഷിച്ചിരിക്കണേ. പക്ഷേ യേശു കർത്താവ് പറയുക, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. രണ്ട് ഡിഫറെൻ്റാണ്. അത്ഭുതമാണ് അവിടെ കാണേണ്ടത്, പക്ഷേ മഹത്വമാണ് കാണുന്നത് പറയുന്നത്. എന്താണ് മഹത്വം? മഹത്വം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ഫുൾനെസ്, ദൈവത്തിൻ്റെ സകലതും അതിലുണ്ട്. മഹത്വം, ഫുൾനെസ് ഓഫ് ഗോഡ് എന്ന് പറയാം. ദൈവത്തിൻ്റെ സകലതും അതിൽ ദൈവത്തിൻ്റെ അത്ഭുതമുണ്ട്, കരുണയുണ്ട്, സ്നേഹമുണ്ട്. അങ്ങനെ ദൈവത്തിലുള്ള എല്ലാ ക്വാളിറ്റികളും അടങ്ങിയതാണ് മഹത്വം. നമ്മൾ മഹത്വം ഇറങ്ങി വന്നു, നമ്മൾ പ്രാർത്ഥിക്കാൻ ദൈവത്തിൻ്റെ പ്രസൻസ് ഇറങ്ങി വന്നു, ആ മഹത്വം ഇറങ്ങി വരിക എന്നൊക്കെ പറയുമ്പോൾ അവിടെ സകലതും ഫുൾനെസ് ഓഫ് ഗോഡ് അവിടെ ഇറങ്ങി വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് യേശു കർത്താവ് അവിടെ മർത്തയോടും മറിയനോടും പറയുന്നത്, വിശ്വസിച്ച് കഴിഞ്ഞാൽ നീ ദൈവത്തിൻ്റെ മഹത്വം മാത്രമാണ്. ആ മഹത്വത്തിൻ്റെ നടുവിൽ അത്ഭുതമുണ്ട്. നമ്മളും ഈ നാളുകളിൽ വിശ്വാസം കൊണ്ട് കൂട്ടിവെക്കാനോ വിശ്വാസം കൊണ്ട് പണയം വെക്കുവാനോ ഇനി അടുത്തൊരു ഇവൻ്റ് വരുമ്പോഴേക്കും കുറേ പാട്ടും ബഹളമായിട്ട് വരാനോ അല്ല. ലൈഫ് ലോങ് ഈ വിശ്വാസം പണയം വെക്കാതെ അത് മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ മഹത്വം നമ്മെ കാണും.